യേശു മാറാത്തവൻ, എന്നേശു മാറാത്തവൻ, യേശു മതിയായവൻ, എന്നേശു ബലമായവൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 38 അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ വായിക്കാം. കർത്താവെ, എൻ്റെ ആഗ്രഹമൊക്കെ നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞെരുക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതാനം സംസാരിക്കുന്നു. അവർ ഇടപെടാതെ ചതവി ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതിരുന്നു, വാ തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, നീ ഉത്തരമരുളും. കർത്താവെ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞെരുക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതും ഇല്ല എന്നാ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ഞെരുക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ആഗ്രഹങ്ങൾ ഏറെയാണ്, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവസന്നിധി സമർപ്പിച്ചൊരു ആഗ്രഹം മാത്രം. ആമേൻ. എന്നാലും എൻ്റെ ഞെരുക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഞെരുക്കമാണ്. ആഗ്രഹങ്ങൾ ഏറെയുണ്ട്, പക്ഷേ സാധ്യമാക്കാത്ത ഞെരുക്കം കൂടെയുമുണ്ട്. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. അവസ്ഥ ഇതുപോലല്ലേ ദൈവമക്കൾ? ഇതേ അവസ്ഥയിലിരിക്കുന്ന എത്രയോ ദൈവമക്കളുണ്ട്. കടഭാരം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകുമല്ലോ. ദൈവമക്കളെ, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായെന്നാണ് പറഞ്ഞു. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്, പക്ഷേ എൻ്റെ ഈ മഹാകഷ്ടതര സമയത്ത് എല്ലാവരും എൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. അതായത് ദൈവമക്കളെ, ഒരു കഷ്ടത കടന്നു വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു വീഴ്ച, ഒരു നിന്ദയുടെ സമയം, ഒരു തകർച്ചയുടെ സമയത്ത് ദൈവമക്കളെ മാറിപ്പോകുന്ന ബന്ധങ്ങളാണ് കൂടുതൽ. ദൈവത്തിന് സ്തോത്രം. മാറാത്തൊരു ബന്ധം ദാവീദ് രാജാവ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് പറയുന്നത്. 12-ാം വാക്യം പറയുന്നുണ്ട്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതാന്ന് സംസാരിക്കുന്നു. അതേ ദൈവമക്കളെ, ഒരുപാട് നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ എന്നെക്കുറിച്ച് വേണ്ടാതാനം പറയുന്നതാണ്. അതും ജീവിതത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവും. ദൈവമക്കളെ, ഇതുപോലെ അവസ്ഥയിലിരിക്കുന്ന പലരും ഉണ്ടാവും. അവർ ഇടപെടാതെ ചതിവ് ചിന്തിക്കുന്ന വചനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഇതാണ് ദൈവമക്കളെ. എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതിരുന്നു. എന്നെക്കുറിച്ച് എത്രത്തോളം വേണ്ടാതാനം പറഞ്ഞാലും ഞാനൊരു ചെകിടിനെ പോലെ കേൾക്കാതിരുന്നെന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് ആവശ്യം. വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിന്ന കേട്ടിട്ട് തകർന്നു പോയ ഒരു വിശ്വാസികളുമില്ല. യഥാർത്ഥ വിശ്വാസി നിന്ന് കേൾക്കാതിരിക്കുമല്ലോ. നമ്മുടെ കർത്താവ് ക്രൂശിലേറ്റ അത്രത്തോളം നിന്നെ നമ്മൾ വഹിച്ചിട്ടില്ലല്ലോ. ദൈവമേ സ്തോത്രം. ഒരു നിന്ന കൊണ്ട് ഒരു വിശ്വാസി ആർക്കും തോൽപ്പിക്കാനാവില്ല. ഒന്ന് താഴാനൊരു മനസ്സുണ്ടെങ്കിൽ, ക്ഷമിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, സഹിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, പുറത്തെന്തും പറഞ്ഞോട്ടെ, അകത്ത് നമ്മുടെ മനസ്സുകൊണ്ട് കർത്താവിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ നമ്മൾ നോക്കിയാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളെ, അവിടെ പറഞ്ഞുണ്ട്, വേണ്ടാതാനം തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതെ ഇരുന്നു. അത് കേൾക്കാതെ പോകുന്നതാണ് നല്ലത്. ദോഷം പറഞ്ഞത് കേൾക്കാതെ പോകുന്നതാണ് നല്ലത്. വാ തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഒന്നും മിണ്ടാതിരുന്നാൽ മതി. അവർ പറഞ്ഞ പോലെ നമുക്ക് പറയാനാവില്ല ദൈവമക്കളെ. അവർ പറയുന്നതോടൊപ്പം നമ്മൾ പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല. കാരണം നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും സ്തോത്രയാഗം അർപ്പിക്കുന്ന ഒരു യാഗപീഠമല്ലേ നമ്മുടെ ആധാരം. ദൈവം വസിക്കുന്ന ആലയമല്ലേ നമ്മുടെ ശരീരം. ദൈവത്തിന് സ്തോത്രം. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവമക്കളെ, നമുക്ക് അതുപോലെ തിരിച്ചു പറയാനാവില്ല. വാ തുറക്കാതെ ഊമനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഒന്നും മിണ്ടാതിരുന്നാൽ മതി ദൈവമക്കളെ. നമ്മൾ തിരിച്ചു പറയാൻ പോയാൽ നമ്മളുടെ ദൈവകൃപ നഷ്ടപ്പെടുകയല്ലേ. നമുക്ക് ദൈവഭയമില്ലേ? നിന്ന കേട്ടുകൊണ്ട് ദൈവമക്കളെ, ആരിലെയും ദൈവകൃപ നഷ്ടപ്പെടത്തില്ല. പക്ഷേ ദൈവം തന്ന കൃപ നഷ്ടപ്പെടുത്തിയാൽ അത് നമ്മളായിട്ട് അതിന് മറുപടി പറഞ്ഞ്
അവരെപ്പോലെ നമ്മളങ്ങ് നിന്ന് സംസാരിക്കാൻ പോയാൽ നമ്മളിലെ ദൈവകൃപ നഷ്ടപ്പെടും. അതുകൊണ്ട് ഊമനെ പോലെ ആയിരുന്നെന്ന് പറഞ്ഞ ഈ വചനം വളരെ ഭംഗിയുള്ള വചനഭാഗം തന്നെയാണ്. നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം നമ്മളെയല്ല ദൈവം വിളിച്ചത്, നമ്മളെ ദൈവം ഏൽപ്പിച്ചത് നമുക്ക് പൂർത്തീകരിക്കണ്ടേ. കർത്താവിനെ അറിഞ്ഞ മക്കളെ, ഇതെല്ലാം കർത്താവിന് വേണ്ടി സഹിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് സുവിശേഷം? ഇനി എന്താണ് സുവിശേഷ വേല? ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവേശുവിനെ സാക്ഷീകരിക്കുന്ന നമുക്ക് എല്ലാം സഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. ആരൊക്കെ നമ്മളെ വിട്ടുമാറിയാലും മാറാത്ത ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു സുവിശേഷ വേലക്കാരിയാണ്. ആമേ സ്തോത്രം. എടുത്തു പറയാൻ എനിക്കൊരു ഗുണമില്ല, ദൈവം തന്ന നന്മയല്ല, അതൊന്നുമില്ല. അനുഭവത്തിലൂടെ എഴുതിയ ദൈവമക്കളെ, യേശു മാറാത്തവള. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് നിരാശ, ഒരുപാട് കർത്താവെ വേദന ഒക്കെ അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന നല്ല മനസ്സിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്താണെങ്കിലും തീയുടെ ബലം കെടുത്തുന്ന നല്ല ദൈവം കൂടെയുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെയും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുന്ന സമയത്തും ജീവനുള്ള ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കി ആ ക്രൂശിലെ സ്നേഹം, ആമേ സ്തോത്രം, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച നിന്ന കർത്താവെ അത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിന്നയെ പരിഹാസത്തെ ജയിച്ചവനായ ദൈവം, ഈ ലോകത്തെ ജയിച്ചവനായ ദൈവമായ കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ആരാധിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ കർത്താവ് ഏറെ നിന്നയുടെ പരിഹാസത്തിൻ്റെ നടുവിൽ കർത്താവെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന പോകുന്ന അതേപോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും സമാധാനത്തിൻ്റെ പ്രഭു കൂടെ നിന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വഴി നടത്തുന്ന കർത്താവേ, യേശുവേ സ്തോത്രം. അങ്ങ് ദേവഗണങ്ങളിൽ അത്യുന്നതനാണ്. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സകല മഹത്വവും പുകഴ്ചയും അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, നിന്റെ മക്കളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കണേ. ഒരുപാട് നിന്നയുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ കർത്താവേ, സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കർത്താവെ വേണ്ടാദാനം കേട്ടുകൊണ്ട് തളർന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കള് ഹല്ലേലൂയ സ്തോത്രം കേൾക്കാത്ത ചെകിടിനെ പോലെ ഇരിക്കുവാൻ, ഊമനെ പോലെ, വായിൽ പ്രതിവാദമില്ലാത്ത ഊമനെ പോലെ ആയിരുന്നു കൊണ്ട് എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വഹിക്കുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സങ്കടങ്ങൾ ഇറക്കി വെച്ച് രക്ഷപ്പെടേണ്ടതിന് കർത്താവ് സഹായിക്കണേ. നിന്റെ മക്കളുടെ ഈ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കർത്താവെ നീ കാണുന്നല്ലോ. യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കളോട് ദയ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്കായ ഒരു അടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളെ ഭവനമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.